ഹായ് ഡിയേഴ്സ്, ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബറിലോട്ട് നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കറൻ്റ്ലി റിലീസായിട്ടുണ്ട്. സോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് പോകാം. നിങ്ങൾ നേരെ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ജസ്റ്റ് സെർച്ച് ചെയ്യുക ഇഗ്നോ സമർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇഗ്നോ സമർത്ത് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾക്കൊരു സൈറ്റ് വരും. ഇഗ്നോയുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റ് ആണത്. ഇഗ്നോ സമർത്ത് ഇഗ്നോ എന്ന് പറഞ്ഞ ഇവിടെ കാണിക്കുന്നുണ്ടോ? ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റുഡൻറ് പോർട്ടലാണ് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഈ സ്റ്റുഡൻറ് പോർട്ടൽ നിങ്ങൾക്ക് ആൾറെഡി ഒരു എൻറോൾ നമ്പറും പാസ്വേഡും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എൻറോൾ നമ്പറും താഴെ പാസ്വേഡും ഈ ഒരു ക്യാപ്ചൂടെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി അഥവാ മറന്നു പോയിട്ടുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്താ പറയുക, പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻറോൾ നമ്പർ അടിച്ചു കൊടുക്കുക. എൻറോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡിലൊക്കെ കാണും എൻറോൾ നമ്പർ. ആ എൻറോൾ നമ്പർ അടിക്കുക. അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റീസെറ്റ് പാസ്വേഡ് ഉണ്ടാവും. ഈ റീസെറ്റ് പാസ്വേഡിലൂടെ ഞാൻ ഇപ്പോൾ പോകുന്നില്ല, വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റീസെറ്റ് പാസ്വേഡ് എന്ന് അടിക്കുമ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, സെലക്ട് പ്രോഗ്രാം, നിങ്ങൾ ഏത് പ്രോഗ്രാമാണ്, ഡിഗ്രി ഏതാണ് എടുത്തതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻറോൾ നമ്പറും താഴെ കൊടുക്കുക. അങ്ങനെ അതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP വരും. അങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും, റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഇനി നിങ്ങൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ടാണ് വരുന്നത്. സോ ഈ ഇന്റർഫേസിൽ നിങ്ങൾ ഇതിൽ കാണാം ഫോർ എക്സാം അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? സോ ജസ്റ്റ് ഇവിടെ ഈ കേഴ്സർ കാണിക്കുന്നത് ജസ്റ്റ് അതിലൊന്ന് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇതിൽ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവരുടെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ തലക്കെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുമുണ്ടോ, ഡേറ്റ്സ്, എക്സാമിൻ്റെ ഡേറ്റ്, ഈവനിങ് സ്ലോട്ടാണ്, ഓരോ പേപ്പറിൻ്റെയും പേര്, അതുപോലെ തന്നെ തിയറിയാണ്, സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ താഴെയും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ എന്നാലും നിങ്ങൾക്ക് ചില ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ്, ചില ആളുകൾ ടെക്നിക്കലി അത്ര എന്തായിരിക്കില്ല, ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടാവും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.